ഈ ആൻഡ്രിയ ഖത്തറുമായിട്ട് വളരെ നാളുകളായിട്ടുള്ള ഒരു അടുപ്പമാണ്. വേലായുധേട്ടനും പ്രിയപ്പെട്ട ജോയിച്ചേട്ടനും ഒക്കെ ഇരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ആൻഡ്രിയയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ഖത്തറിലെ ദോഹയിൽ എത്തിയിട്ടുള്ളതാണ്. അന്ന് തുടങ്ങി ഈ ആൻഡ്രിയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം അത് എപ്പോഴും ഊഷ്മളമായിട്ട് തന്നെ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെറിയൊരു കൂട്ടായ്മയാണെങ്കിലും വളരെ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തന പരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ആൻഡ്രിയ ഖത്തർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഖത്തറിലായാലും നാട്ടിലായാലും, പ്രത്യേകിച്ച് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവർക്ക് സഹായകരമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചാണ് ആൻഡ്രിയ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന ഈ ഒരു ഡയാലിസിസ് കൂപ്പൺ, അത് ഡയാലിസിസ് പദ്ധതി തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ളതാണ്. നമുക്കറിയാം, ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികൾ പലപ്പോഴും ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് മാസത്തിലൊരു 12 ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു 1000 രൂപ മുതൽ ചിലപ്പോ 2000-3000 രൂപയൊക്കെ ഒരു ഡയാലിസിസിന് ചെലവാക്കേണ്ടി വരുന്ന രോഗികളുണ്ട്. ചില ഓരോ ആശുപത്രികൾ അനുസരിച്ചാണ്. LF-ലൊക്കെ ആണെങ്കിൽ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 12 ഡയാലിസിസ് നടത്തുന്ന ഒരു രോഗിക്ക് അവരുടെ കുടുംബത്തിനുള്ള ബാധ്യത എത്ര വലുതായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അങ്ങനെ അത്തരം ആളുകൾക്ക് ഇതുപോലെ ഒരു കൈത്താങ്ങ് തീർച്ചയായിട്ടും അത് വലിയ ഒരു സഹായം തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആൻഡ്രിയ ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ച് അതിലൂടെ നടപ്പിലാക്കുന്നതിൽ അത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് തന്നെ നടത്തുന്നതിനുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, LF അപ്പൊ നവതി ഒക്കെ ഗംഭീരമായിട്ട് പാലക്കപ്പള്ളി അച്ഛൻ നേതൃത്വത്തിൽ ആഘോഷിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏറ്റവും മിതമായ നിരക്കില് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഏത് ആശുപത്രി എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും കുറഞ്ഞ നിരക്കില് ഡയാലിസിസ് നടത്തി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അനേകം രോഗികളാണ് അവിടെ വന്ന് കാത്തു നിൽക്കുന്നത്. 24 മണിക്കൂറും എന്ന് പറയുന്ന പോലെ ഓരോ മെഷീനും പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്തിട്ടാണ് അവിടെ രോഗികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഡയാലിസിസ് നടത്താൻ സാധിക്കുന്നത്. അപ്പോ LF-മായി ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അത് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സന്നദ്ധമായ ആൻഡ്രിയ ഖത്തറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒത്തിരി ഇതുപോലെ മികവുറ്റ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുമിച്ച് ആതിരപ്പള്ളിയിൽ ഒരു പരിപാടിയിൽ എത്തിച്ച് പങ്കെടുക്കാനുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് പോകാനായിട്ട് അല്പം തിരക്ക് കൂട്ടിയത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആൻഡ്രിയ ഖത്തർ സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം 2026 ഭാഗമായിട്ടുള്ള 1000 ഡയാലിസിസ് സെഷന്റെ കൂപ്പൺ കൈമാറുന്ന ഔദ്യോഗികമായ ചടങ്ങാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. കാരുണ്യത്തിനും കരുതലിന്റെയും പ്രതീകമായി നാം മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതി നമ്മുടെ കൂട്ടായ്മയുടെ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്കമാലിയുടെ സ്വന്തം
ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ അദ്ദേഹത്തിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾ ഒരു ലിറ്റിൽ പവർ ഹോസ്പിറ്റൽ അധികൃതർക്കും ഫാദർ ജേക്കബ് ജോർജ് പാലക്കപ്പള്ളിക്കും എൻ്റെ പ്രത്യേക സ്വാഗതം. അദ്ദേഹം എത്തിച്ചേരുന്നതാണ്. ശ്രീമതി റീത്ത പോൾ, നമ്മുടെ അങ്കമാലിയുടെ സ്വന്തം മുനിസിപ്പൽ ചെയർപേഴ്സൺ, മാഡത്തെയും അത്യന്തം സന്തോഷത്തോടുകൂടി റവറൻ ഫാദർ ജേക്കബ് ജോർജ് പാലക്കപ്പള്ളി. പിന്നെ നമ്മൾ എപ്പോഴും ആൻഡ്രിയ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കൊല്ലം ഒരു ഇവന്റ് നടത്തുമ്പോൾ ഒരു ഇവന്റിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കൊരു അതായത് ഒരു അഭിമാനത്തോടു കൂടി പറയുന്നത്. അപ്പൊ അന്ന് വിത്ത് മുളപ്പിച്ച കുറച്ച് ഫൗണ്ടർ മെമ്പേഴ്സ് ഉണ്ട്. അവരോടൊപ്പം തന്നെ ആൻഡ്രിയ ഖത്തറിന്റെ ഒരു ശക്തനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ വേലായുധൻ ചേട്ടനെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മുൻ പ്രസിഡന്റായ ശ്രീ ജോയ് പോളിനെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. കാരണം എന്താ വെച്ചാൽ ആൻഡ്രിയ ഖത്തർ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഖത്തറിൽ വളരെ സജീവമായി വളരെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് നൽകിയ ഒരു വ്യക്തിയാണ് ശ്രീ റോജി എം ജോൺ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, ആൻഡ്രിയ ഖത്തറിന്റെ ഒരു നല്ല സുഹൃത്തും അഭ്യുദയകാംക്ഷിയായിരുന്നു ആയിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ആൻഡ്രിയ ഖത്തറിന്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പലതവണ റോജി എം ജോണിനെ സമീപിച്ചപ്പോഴെല്ലാം യാതൊരു മടിയും കൂടാതെ, അതായത് ഒരു കുടുംബം എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത്. നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഒരു മെഗാ ഇവന്റ് ആയിരുന്നു അങ്കമാലി കല്യാണത്തലേന്ന്. അത് ആ പ്രോഗ്രാം നടത്തിയതിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മളിപ്പോ സ്നേഹസ്പർശം എന്നൊരു സംഭവം, ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനും നമുക്ക് സാധ്യമായത്. ഇതിന് ഞാൻ റോജി എം ജോണിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയാൻ കാരണം, ഞങ്ങൾ അന്ന് മിനിസ്റ്ററെ സമീപിച്ചപ്പോൾ ഏറ്റവും വളരെയധികം വളരെ സഹായ സഹകരണവും പല രീതിയിലും പല സ്പോൺസർമാരെ കാണാനുള്ള ഒരേ സപ്പോർട്ടും ഒക്കെ വളരെ ആത്മാർത്ഥമായി നൽകിയ ഒരു വ്യക്തിയാണ് ശ്രീ റോജി എം ജോൺ. അതുകൊണ്ട് തന്നെ ആൻഡ്രിയ ഖത്തറിന്റെ ഏറ്റവും അഭിമാനമായ ഈ ജീവകാരുണ്യ പ്രവൃത്തിയുടെ സ്നേഹസ്പർശം 2026 ഉദ്ഘാടനം ചെയ്യാൻ ശ്രീമാൻ റോജി എം ജോൺ ഇവിടെ സന്നിഹിതരായത് തന്നെ ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ശ്രീ റോജി എം ജോണിന്റെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ആൻഡ്രിയ ഖത്തറിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ വർഷവും വിവിധ രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന നിരവധി നിർദ്ധരായ ആളുകൾക്ക് നമ്മൾ പല രീതിയിലുള്ള മെഡിക്കൽ സഹായങ്ങൾ ചെയ്തു വരുന്നു. അതോടൊപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം പോലും സാധ്യമില്ലാതിരുന്ന ഒരു നിർധന വിധവയ്ക്ക് നമുക്ക് വീട് വെച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ കാര്യമായിട്ട് ആൻഡ്രിയ ഖത്തർ കാണേണ്ടതില്ല, നമ്മളാരും കാണേണ്ടതില്ല. പക്ഷേ ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുവാനും, ഒരു രോഗിക്ക് ചികിത്സ ലഭിക്കുവാനും, ഒരു വ്യക്തിക്ക് സുരക്ഷിതമായ ഒരു വീട് ലഭിക്കാനും കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സംഘടനയുടെ യഥാർത്ഥ വിജയം. ഈ 10 വർഷത്തെ സേവനപാതയിൽ ആൻഡ്രിയ ഖത്തറിനെ നയിച്ച മുൻ പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും ഇപ്പോഴത്തെ PST ഉൾപ്പെടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. സ്നേഹസ്പർശം പദ്ധതിയുടെ വിജയത്തില് നമ്മുടെ LF ആശുപത്രിയുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആശുപത്രി ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് ജോർജ് പാലക്കപ്പള്ളിയോട് ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സ്നേഹസ്പർശം എന്ന ആശയമായിട്ട് ഞങ്ങൾ സമീപിച്ചപ്പോൾ അതിന്റെ സാമൂഹ്യ പ്രാധാന്യം മനസ്സിലാക്കി പദ്ധതിയോട് പൂർണ്ണമായി സഹകരിക്കാൻ ഫാദർ തയ്യാറായി. 1000 ഡയാലിസിസ് സെഷനുകൾ എന്നത് ഒരു സംഖ്യ മാത്രമല്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് 1000 തവണ ലഭിക്കുന്ന ഒരു ആശ്വാസമാണ്. ഈ പദ്ധതിക്ക് LF ആശുപത്രി നൽകുന്ന പിന്തുണയും സഹകരണവും ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇത്തരം സഹകരണങ്ങൾ തുടരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഡയാലിസിസ് എന്നത് ഒരു ദിവസത്തെ ചികിത്സയല്ല. പല രോഗികൾക്കും അത് ജീവിതകാലം മുഴുവൻ തുടങ്ങേണ്ടി വരുന്ന ചികിത്സയാണ്. അതിന്റെ സാമ്പത്തിക ബാധ്യത ഒരു സാധാരണ കുടുംബത്തിന് വളരെ വലുതുമാണ്. അത്തരം ഒരു കുടുംബത്തിലെ ഒരാളുടെ ചികിത്സാഭാരം കുറയ്ക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് സ്നേഹസ്പർശത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നാക്കുന്നത്. ഇന്ന് നമ്മൾ 1000 ഡയാലിസിസ് സെഷനുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇതൊരു തുടക്കമാകട്ടെ. ഭാവിയിൽ കൂടുതൽ രോഗികൾക്ക് സഹായം നൽകാൻ കഴിയുന്ന രീതിയിൽ ഈ പദ്ധതി വളരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നാടിനെ മറക്കാതിരിക്കുക, നമ്മുടെ നാട്ടിലെ ആവശ്യക്കാരെ ചേർത്ത് പിടിക്കുക, അതാണ് ആന്തരിക ഖത്തറിന്റെ സേവനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. അവസാനമായി സ്നേഹസ്പർശം 2026 1000 ഡയാലിസിസ് സെഷനുകൾ എന്ന ലക്ഷ്യം വിജയമാക്കി പൂർത്തിയാക്കി 1000 രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രതീക്ഷയും ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവരുടെ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് കൈകോർക്കാം, നമുക്ക് ഒരു ജീവിതത്തിന്റെ പ്രതീക്ഷയാകാം. ഇതാണ് സ്നേഹസ്പർശം. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിർവഹിച്ചിട്ടുണ്ടാകും. അടുത്തതായി ആൻഡ്രിയ ഖത്തർ സ്നേഹസ്പർശം പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചെക്ക് ആൻഡ് കൂപ്പൺ എക്സ്ചേഞ്ച്. LF ഹോസ്പിറ്റലിനുള്ള ചെക്ക് കൈമാറുന്നതിനും ഡയാലിസിസ് കൂപ്പൺ സ്വീകരിക്കുന്നതിനുമായി LF ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയും ആൻഡ്രിയ ഖത്തർ പ്രസിഡന്റ് മിസ്റ്റർ വിനോദ് കുമാറിനെയും ക്ഷണിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുടെ മനോഹരമായ ഒരു ഏതാണ് ഇത് തിരിച്ചുകൊള്ളുന്നത്. ആൻഡ്രിയ ഖത്തറിന്റെ പ്രസിഡന്റ്, പ്രിയങ്കരിയായ നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി വേദികളും സദസ്സിലും ഉപസ്ഥിതരായിട്ടുള്ള ആൻഡ്രിയ ഖത്തറിന്റെ പ്രവർത്തകരെ, മത്സ്യ അസോസിയേഷന്റെ കുമാരി പ്രസിഡന്റ് ഇപ്പോൾ, പ്രിയ കുഞ്ഞുങ്ങളെ, 90 വർഷത്തെ പൈതൃകം പേറുന്ന ആതുര സേവന മേഖലയിൽ 90 വർഷത്തെ പാരമ്പര്യം പേറുന്ന അങ്കമാലി പിറ്റിഫ്ലവർ ആശുപത്രിക്ക് അഭിമാനവും സന്തോഷവുമാണ് ഈ അവസരത്തിൽ ആൻഡ്രിയ ഖത്തറിനോട് സഹകരിക്കുന്നത്. ഇവര് വളരെ താല്പര്യത്തോടുകൂടെ എന്നെ സമീപിച്ചത് ഡയാലിസിസ് പേഷ്യൻസിനെ സഹായിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട്, അതിനോട് സഹകരിക്കാനായിട്ട് എന്നെ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടെ അത് സ്വീകരിക്കാനായിട്ട് സന്നദ്ധരായത് ഞങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ഡയാലിസിസ് പേഷ്യൻസിന്റെ ദൈന്യത മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇവിടെ ശ്രീ റോജി സൂചിപ്പിച്ചതുപോലെയും പ്രസിഡന്റ് പറഞ്ഞതുപോലെയും നമ്മുടെ നാട്ടില് ഡയാലിസിസ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിതശൈലിയാകാം, ഭക്ഷണ രീതിയാകാം, ഉറക്കമില്ലായ്മയാകാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്കുകൾ കൊണ്ട് നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം മറന്നു പോകുന്നത് കൊണ്ടാകാം. കുട്ടികളും ചെറുപ്പക്കാരും വൃദ്ധരും എന്ന വ്യത്യാസമില്ലാതെ, സ്ത്രീകളും പുരുഷന്മാരും എന്ന വ്യത്യാസമില്ലാതെ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികളുടെ, കിഡ്നി സംബന്ധമായ തകരാറുള്ള രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു അവയർനെസ് ആണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് കരുതലുണ്ടാകണം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയേറെ മോശമായി പോകും എന്നുള്ളതാണ്. എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച ആന്റണിയെ ഞാൻ എപ്പോഴും ഓർക്കും. ആന്റണിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവന്റെ ഭാര്യ ജോലി എടുത്തിട്ട് വേണം ഇന്ന് ആ കുടുംബം പുലരാനായിട്ട്. ആന്റണിയുടെ അപ്പനും അമ്മയും കിഡ്നി സംബന്ധമായ രോഗം മൂലവും ക്യാൻസർ മൂലവും മരിച്ചുപോയി. ആന്റണി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗത്തിന് വിധേയനാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നിർബന്ധമായിട്ട് ചെയ്യണം. അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ
പലരോടും ഞാൻ തന്നെ പറഞ്ഞു അവരെ സഹായിക്കാനായിട്ട്. പലപ്പോഴും സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ അവൻ എന്നെ വിളിക്കും, ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോ ദൈന്യതയുടെ ഒരു വലിയ ഒരു മുഖം ഞാൻ ദിവസവും കാണുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷയുടെ വ്യാപ്തി വലുതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ കണ്ണീരൊപ്പാനായിട്ട് നമ്മുടെ കരങ്ങൾ നമ്മൾ നീട്ടുമ്പോൾ, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിന് അർത്ഥം നൽകാനായിട്ട് നമുക്ക് സാധിക്കും, പ്രതീക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. ജീവിതം ഇങ്ങനെ നിന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് രോഗികൾ. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ഡയാലിസിസ് വാർഡിൽ ചെന്നു. അവിടെ ഐസൊലേഷൻ വാർഡിൽ ഒരു പെൺകുട്ടി കിടപ്പുണ്ടായിരുന്നു. അവർക്ക് ഏതാണ്ട് ഒരു 20-22 വയസ്സുണ്ടാവും. 3-4 വർഷങ്ങളായിട്ട് ഡയാലിസിസിന് വിധേയയാണ്. അവിടെ ഐസൊലേഷൻ വാർഡിൽ ഇട്ടവർക്ക് അപ്പോൾ മറ്റു രോഗങ്ങളും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് പൊതുവാർഡിൽ കിടത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ ശുശ്രൂഷിക്കുന്നത് അവരുടെ അപ്പനാണ്. 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കിടക്കയില് അവിടെ ശുശ്രൂഷിക്കാനായിട്ട് അപ്പനാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു വൈകാരികത നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും പ്രായമുള്ള ഒരു കുട്ടിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും, അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഒരു അപ്പനേക്കാൾ നല്ലത് അമ്മയായിരുന്നു അല്ലെങ്കിൽ സ്ത്രീ സാന്നിധ്യമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ മറ്റാരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് അപ്പൻ തന്നെയാണ് രാത്രിയും പകലും അവളോടൊപ്പം നിൽക്കുക. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികള് ജീവിതത്തില് കിഡ്നി സംബന്ധമായ രോഗം മൂലം വ്യഥ അനുഭവിക്കുന്നവര്, പ്രതീക്ഷ അറ്റുപോകുന്നവര്, അങ്ങനെയുള്ളവരെ നിങ്ങൾ പരിഗണിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തോടുള്ള നിങ്ങളുടെ ഒരു വലിയ കടപ്പാട്, അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തോട് നിങ്ങൾ പുലർത്തുന്ന സ്നേഹമസൃതമായ ഒരു നീതി ആണ്. കാരണം അത്രയും സഹായം അർഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. മലയാളി പൊതുവെ കൈനീട്ടുന്ന സ്വഭാവക്കാരല്ല. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ അവർക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. നമുക്കൊരു ടാബ് ഉണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കുറച്ചിലാണ്. സഹായം ചോദിക്കുക വലിയൊരു കുറച്ചിലാണ്. അതുകൊണ്ട് ആരോടും സഹായം ചോദിക്കാതെ ദാരിദ്ര്യത്തിൽ നമ്മൾ ഒളിച്ചു താമസിക്കുന്നവരാണ്. അവിടെയാണ് നിങ്ങളെ പോലെയുള്ള ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് പ്രസിദ്ധി കൂടുന്നത്. ആരും കൈനീട്ടാൻ മടിക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി അവരുടെ അടുത്തേക്ക് സഹായഹസ്തവുമായി എത്തുമ്പോൾ അതിൽ പരം ദൈവിക സാന്നിധ്യം എന്താണ്? നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കും. ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇതുപോലെ കൈനീട്ടി നമ്മെ സ്പർശിക്കുന്ന ആളുകളിലൂടെയാണ്. രോഗസൗഖ്യം നൽകുന്നത് വൈദ്യനല്ല, മരുന്നല്ല, സ്നേഹത്തോടുകൂടെ അവർക്ക് സാമീപ്യം കൊടുക്കുന്ന, സാന്നിധ്യം കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന, അവരെ ആവശ്യത്തിലേക്ക് നമ്മൾ കൈ തുറന്ന് സഹായിക്കുന്ന നല്ല വ്യക്തികളാണ്. അവരാണ് ദൈവമായിട്ട് അവരുടെ മുമ്പിൽ അവതരിക്കുക. മദർതെരേസയുടെ ജീവിതത്തില് അങ്ങനെ ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉൾവലിച്ചു കിടന്ന ഒരു സാധു സ്ത്രീയെ അവര് ശുശ്രൂഷിച്ച് വൃത്തിയാക്കി അവർക്ക് മരുന്നും ഭക്ഷണവും എല്ലാം കൊടുത്ത് അവർ വൃത്തിയായി മദറിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, നിങ്ങളാണോ ദൈവം? ദൈവം എന്ന് പറയുന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്ന ആ രീതിയാണ്. ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാം. ആരും അതിൽ നിന്ന് മുക്തരല്ല. ഇന്ന് ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് നമ്മൾ നാളെ രോഗിയായിട്ട് മാറും. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ രോഗത്തിന് അടിമയാവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമോ നിറവേറ്റാൻ സാമ്പത്തികമുണ്ട് എന്ന് കരുതുന്ന നമ്മൾ നാളെ അതിന് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഈ ഒരു തിരിച്ചറിവാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക. നിങ്ങൾ ആൻഡ്രിയ ഖത്തർ 10 വർഷമായിട്ട് ഈ ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ അനേകം പേർക്ക് ഇങ്ങനെയുള്ള വൈദ്യസഹായങ്ങൾ ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നു എന്നതിന് ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു സ്നേഹസ്പർശം 2026
അത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 1000 പേരെയാണ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതൊരു ചെറിയ സംഖ്യയല്ല. ഈ കാലടിയിലെ കാറ്റ്സ് എന്ന സംഘടന ഈ കഴിഞ്ഞൊരു വർഷം കൊണ്ട് അവര് 1000 പേരെ ടാർഗറ്റ് ചെയ്തു, 800 പേരെ അവർ സഹായിച്ചു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പലരും സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പൊ 1000 പേരെന്ന് പറയുന്നത് വലിയ സംഖ്യയല്ല. പ്രസിഡന്റ് പറഞ്ഞതുപോലെ അത് നമ്മുടെ ഇടയിൽ അതിനേക്കാൾ ഇഷ്ടംപോലെ ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ കണ്ടെത്താനും സഹായിക്കാനും സാധിക്കും. നിങ്ങളുടെ ഇത്തരം പരിപാടികൾ, ഞാൻ ഈ ഖത്തറിൽ നിങ്ങൾ പോയത് വാസ്തവത്തിൽ നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു പ്രതലത്തില് നിങ്ങളുടെ കാലുകൾ ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്ന് വന്ന ഘട്ടത്തില് നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്നു, അവരും ഇതുപോലെ സഹായം അല്ലെങ്കിൽ അവരും ഇതുപോലെ സപ്പോർട്ട് വേണ്ടവരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് നിങ്ങളിലെ മനുഷ്യത്വമാണ്. നിങ്ങൾ നിങ്ങളുടെ വേദനയിലൂടെ, നിങ്ങളുടെ സങ്കടത്തിലൂടെ, നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെ കടന്ന് നിങ്ങൾ ഒരു തലത്തിൽ വന്ന് നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ നിങ്ങൾ വിജയം വരിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ അതുപോലെ സങ്കടപ്പെടുന്ന ആളുകളിലേക്ക് തിരിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവിക സ്പർശമുണ്ട്, നിങ്ങളിൽ ദൈവിക സാന്നിധ്യമുണ്ട്. അതാണ് ആൻഡ്രിയോട് എനിക്കുള്ള അടുപ്പം, അല്ലെങ്കിൽ എനിക്ക് ആൻഡ്രിയോട് സഹകരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളിലുള്ള ഈ ദൈവിക സ്പർശം തിരിച്ചറിയാൻ സാധിക്കുന്നതുകൊണ്ടാണ്. ആൻഡ്രിയ ഖത്തറിന്റെ പ്രസിഡന്റ് വിനോദ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിൻ്റെ ഡയറക്ടർ, മറ്റൊരു അസോസിയേഷന്റെ പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെ, ഇതൊക്കെ ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഈ ഓണാഘോഷത്തിന്റെ വേളയിൽ ഇങ്ങനെ മറ്റൊരാളെ സഹായിക്കാനായിട്ട് ഒരു സ്നേഹസ്പർശം, അത് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് മറ്റൊരാളുടെ കയ്യൊന്ന് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഒരു അവസരം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് നിങ്ങൾ നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം NRIക്കാരൊക്കെ ഇതുപോലെ വേറെ അസോസിയേഷനും അങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവില്ല. എന്തായാലും ഇതൊരു മാതൃകയായിട്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനമായിട്ട് ഇത് തീർന്ന. കാരണം NRIക്കാരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോഴായാലും ഞങ്ങൾ പറയും, നിങ്ങളുടെ അവിടെ എന്തെങ്കിലുമൊക്കെ അസോസിയേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണോട്ടോ എന്നൊക്കെ പറയും. ഞങ്ങളുടെ ആയാലും നഗരസഭ ഈ പറഞ്ഞ ഡയാലിസിസ് പേഷ്യന്റിനെ സഹായിക്കാനായിട്ട് ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ ഒരാൾക്ക് മാസത്തിൽ 4 ഡയാലിസിസിനുള്ള പൈസയാണ് കൊടുത്തോണ്ടിരുന്നത്. 1000 വെച്ച് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ആരംഭിച്ചപ്പോൾ ആഴ്ചയിൽ 1, 2, 3 ഒക്കെ വേണ്ടവർക്കായാലും അവിടെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതാണ് ഞങ്ങൾ എല്ലാത്തിലേക്ക് പറഞ്ഞു വിടും. അവർക്ക് അതിന്റെ 1000 രൂപ ആയിട്ടുള്ളത് മാസത്തില് 4 എണ്ണത്തിനായിട്ടുള്ളത് നമ്മൾ ഫണ്ട് കൊടുക്കും. ഇപ്പൊ ഇതും കൂടി അച്ഛനെ ഏൽപ്പിച്ചതുകൊണ്ട് ഇപ്പൊ മറ്റുള്ളവർക്കും കൂടി ഒരു സഹായിയായിട്ട് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലാണ് നമ്മളുടെ ഒരു മീഡിയം ലെവല് അവർക്കൊക്കെ ഒന്ന് കയറി ചെന്നൊരു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ളൊരു ഹോസ്പിറ്റല് നമ്മളുടെ അങ്കമാലിയിലുള്ളത്. കാരണം ഇന്നിപ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതല്ല സ്ഥിതി. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബം തന്നെ, ഇപ്പൊ എന്റെ വാർഡിൽ തന്നെ 1-2 പേരുടെ ആധാരം തന്നെ ബാങ്കിലായിട്ട് ഇങ്ങനെ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആധാരം കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചു. ഇപ്പൊ അവര് അത് ഇപ്പൊ നോട്ടീസ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലായാലും 50 പേരുടെ അപേക്ഷ ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആരെങ്കിലും ചെയ്ത് ഞങ്ങളൊരു അക്കൗണ്ടിലിട്ട്, സെക്രട്ടറിയുടെ പേരിൽ ഒരു അക്കൗണ്ടിലിട്ട് അവർക്ക് 5000 രൂപ വെച്ചൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ കിട്ടാറുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഒരു 10-40 പേർക്ക് കൊടുത്തു. ഇനി ഒരു 50 പേരുടെ അപേക്ഷ കൂടി ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് തരുമ്പോൾ അവരോട് പറയും അക്കൗണ്ട് കൊടുക്കും, ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എല്ലാവരും പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇങ്ങനെ തൊട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയോ കണ്ടുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് എനിക്ക് കുഞ്ഞുമക്കളൊക്കെ ഇവിടെ വന്ന് ഈ ഒരു മീറ്റിങ്ങിൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ പുറം നാട്ടില് ഉള്ളതുകൊണ്ടായിരിക്കും അവരിങ്ങനെ, നമ്മുടെ നാട്ടിലുള്ള പിള്ളേരൊന്നും ഇങ്ങനെ വന്നിരിക്കില്ല. കാരണം എന്ത് ഫംഗ്ഷന് വിളിച്ചാലും അവർ പറയേ നമുക്ക് വേറെ പറ്റത്തില്ല, അവിടെ പോയി പോസ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് പറയും.
അങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ നാട്ടിലുള്ള പിള്ളേര്. പക്ഷെ ഈ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ അത് നിങ്ങളുടെ ആ നന്മ അവരിലേക്കും കൂടി അവരുടെ ചെവിയിലേക്കും കൂടി എത്തി അവര് വലുതായി വരുമ്പോ അവർക്കും ഇങ്ങനെ മറ്റുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ അത് നിങ്ങളുടെ അസോസിയേഷനും പ്രത്യേകം അതിനകത്ത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്തായാലും ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഈ പറഞ്ഞ ഒരു ചെടി നമ്മള് ഈ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ, ഇലക്ഷൻ ഡയറക്ടർ വിജയപ്രിയച്ച, പ്രിയപ്പെട്ട നഗരസഭ ചെയർപേഴ്സൺ റീക്കാബോർഡ്, ആൻഡ്രിയുടെ മറ്റു ഭാരവാഹികളെ പ്രിയപ്പെട്ടത്, എന്നെ ഈ ചടങ്ങിന് ജോലിയും വിനോദ് കുമാറും ക്ഷണിക്കുമ്പോൾ ഈ സാങ്കേതിക സ്പർശത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. ഈ പുറത്തുള്ളവർക്ക് ഈ ഖത്തറിലുള്ള പുറത്തുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വേദന കൂടി അറിയാനും അവരെ സഹായിക്കാനും മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് വളരെയധികം മാതൃകാപരമാണ് നാട്ടിലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഞങ്ങളുടെ വ്യാപാരികൾ പോകുമ്പോഴാണ് അത് സ്റ്റോക്ക് ഫ്രീ ആവുന്നത്. അപ്പൊ അത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഈ ഡയാലിസിസ് രോഗികളുടെ. അങ്ങനെ ആൾ പോയി കഴിയുമ്പോഴാണ് ആ സ്റ്റോക്കിലേക്ക് വേറെ ആൾക്ക് കിടക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ക്യൂലാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നു. ഒരു ഡയാലിസിസിന് 1000 രൂപ വരുന്നു. അപ്പോൾ ഇവിടെ 1000 ഡയാലിസിസുകൾ ഈ വർഷം കൊടുക്കാമെന്ന് പറയുന്ന 10 ലക്ഷം രൂപയുടെ അല്ലെ പ്രോജക്ട്, 10 ലക്ഷം രൂപയുടെ പ്രോജക്ട്. നിങ്ങൾ ഈ ആൻഡ്രിയയുടെ ചുരുക്കം അധികം മെമ്പേഴ്സും എത്ര മെമ്പേഴ്സും അവര് അത്രയും നല്ലൊരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമാണ്, അഭിമാനാർഹമാണ്. ഇത്തരം പദ്ധതികൾ ഇതിലൂടെ നമ്മുടെ നാട്ടിലെ വേദന അനുഭവിക്കുന്നതിലൂടെ സഹായിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വ്യാപാരികളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് വ്യാപാരികളുടെ അവസ്ഥയ്ക്ക് എത്ര അസോസിയേഷന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അതുപോലുള്ള ഒരു പ്രതിസന്ധി കൂടെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ഇത്തരം പ്രവൃത്തികളായിട്ട് മുന്നോട്ട് വന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അങ്കമാലിയിലെ വ്യാപാര സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ നിന്ന് പോയ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രിയും ബാക്കി സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾക്കും ആദ്യമേ തന്നെ ആശംസ അറിയിക്കുന്നു. കാരണം ഈ ഒരു നിമിഷം ജീവിതത്തിൽ എന്നും കുറിക്കപ്പെട്ടതായിരിക്കും. അത് പറഞ്ഞതുപോലെ ദൈവാധീനമുള്ളവർക്ക് മാത്രമാണ് സഹായം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും. പണമുണ്ടായിക്കോട്ടെ, പണമില്ലായിക്കോട്ടെ, പക്ഷെ ദൈവാധീനമുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു മനസ്സ് സഹായം ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതില് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം ആൻഡ്രിയയിലെ എല്ലാ മെമ്പേഴ്സിനും ആ ദൈവാധീനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വേദിയിൽ എല്ലാവരും ഒത്തുചേരാനും ആ ഒരു ഖത്തറില് ഞങ്ങള് തീരുമാനമെടുത്ത എല്ലാവരും കൂടി തീരുമാനിച്ച ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റിയതും ആ ഒരു ദൈവാധീനം കൊണ്ട് മാത്രമാണ്. പിന്നെ ആൻഡ്രിയ തുടക്കകാലം മുതലുള്ള വേലായുധ ചേട്ടനും ജോയിപ്പോണൊക്കെ ഇവിടെ തന്നെയുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആൻഡ്രിയ എടുത്തൊരു എനിക്ക് തോന്നിയ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നുള്ളത്. പക്ഷെ ഈ കൊക്ക് വലുതാക്കാൻ പറയാറുണ്ട്. അങ്ങനെ വലുതാക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആൻഡ്രിയുടെ വളർച്ചയെ പതുക്കെ വലുതായത്. ഏത് മേഖലയിൽ ഏത് തരത്തിൽ സഞ്ചരിക്കണം, ഓരോരുത്തരുടെയും ആശയങ്ങൾ, അത് കൂട്ടായ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഫലം എടുക്കാൻ സാധിച്ചു. അതിലൂടെ പല വിജയങ്ങളും നേടാൻ സാധിച്ചു. സഹായമെന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് തന്നെ സന്നിഹിതരാകുന്ന ആൻഡ്രിയൻ മെമ്പേഴ്സ് ആർക്ക് എന്തിന് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരാറില്ല. എന്തിനും ഏതിനും ഒറ്റക്കരുത്തായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം നമുക്ക് ഓരോന്നിലും ഓരോ ആത്മവിശ്വാസം ഉണ്ടാവും. അടുത്ത തവണ
എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ വേദി അല്ലെങ്കിൽ ഈ ചെറിയ ഒരു ഹോള് മതിയാവില്ല. അടുത്ത സംരംഭം നമ്മൾ അങ്കമാലിയിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ചെറിയ ഹോള് മതിയാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ തോന്നൽ ദൈവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകളും അതിലുപരി നമ്മുടെ ഈ പുണ്യപ്രവർത്തിക്ക് എല്ലാം സാക്ഷ്യം വഹിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സ്ഥലത്തുനിന്നും നമ്മളെ തേടി വന്നേക്കാണ് അനുഗ്രഹിക്കാനായിട്ട്. ആ അനുഗ്രഹം എല്ലാ കാലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന്റെ വിനോദ്, വൈസ് പ്രസിഡന്റ് ജോയിയോസ്, സെക്രട്ടറി വിനായക്, ട്രഷറർ ലിൻസൺ, മുൻ പ്രസിഡന്റ് ജോയ് പോൾ, കൾച്ചറൽ കൺവീനർ കൃഷ്ണകുമാർ, എന്റെ കൂടെ വളരെ കാലം എന്താ പറയാ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച പ്രിയ സഹപ്രവർത്തകർ ആൻഡ്രിയ ഖത്തറിന്റെ മുൻ ഭാരവാഹികളും മുൻ പ്രവർത്തകരും ഇപ്പോഴും പ്രവർത്തകരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആദ്യമേ തന്നെ ഇന്ന് ഈ ആൻഡ്രിയ ഖത്തറിന്റെ ഒരു തുടക്കത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ അമരക്കാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെ ഞാൻ നിൽക്കുകയാണ് ഈ വേദിയിൽ. കാരണം തുടക്കത്തിൽ അർച്ചന, കൾച്ചറൽ സെക്രട്ടറി അർച്ചന ഒരു കാര്യം പറഞ്ഞത്, ആൻഡ്രിയയുടെ ഒരു മുഖമുദ്രയാണ് ഹൃദയത്തോട് ചേർക്കുക. സഹജീവികളെ നമ്മൾ തോളോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തുക. ഇത് നമ്മുടെ തുടക്കം മുതലുള്ള ആശയം തന്നെ. അത് ഇന്ന് വളരെയേറെ മുന്നോട്ട് പോയി നമ്മൾ മണൽ കാടുകളിലോ മണലാരത്തിലോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിയർപ്പുമണികളുടെ ഒരു അംശം നമ്മുടെ സഹജീവികളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടുകാരെ, ആവശ്യമുള്ള അർഹതപ്പെട്ട വ്യക്തികളെ സഹായിക്കാനായി നമ്മൾ ചെലവഴിക്കുന്നു, പങ്കിടുന്നു. ഏറ്റവും ആവശ്യം, ഏറ്റവും അഭിമാനമായ കാര്യം തന്നെയാണ് സഹജീവികളുള്ള സഹാനുഭൂതി നിലനിർത്തുക എന്നുള്ളത്. നമ്മളുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ആ വിയർപ്പുണികളുടെ മുത്തുകൾ ഇവിടെ ഒത്തിരിയേറെ പേരുടെ കണ്ണീർ ഒപ്പാൻ സഹായിക്കുന്നു എന്നതാണ് അതിന്റെ വാസ്തവം. ആൻഡ്രിയ ഖത്തർ തുടക്കം വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെ ഇനിയും എന്ന് വെച്ച് ഇനിയും പല കാര്യങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഇത് ഈ സഹാനുഭൂതിയുള്ള സഹജീവികളുള്ള സഹാനുഭൂതി ഒരിക്കലും മറക്കാതെ നെഞ്ചോട് ചേർന്ന് തന്നെ ഇനിയും പോകണം. നിങ്ങൾ ചെലവാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഒരു ഭാഗം ഇതിലേക്കായിട്ടും ചെലവാക്കണം. ഉറപ്പായും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞ പോലെ വലിയൊരു സംരംഭമായി ഇനിയും മുന്നോട്ട് നമ്മളിവിടെ അങ്കമാലിയിൽ കൂടും. അത് ഒത്തിരിയേറെ കുടുംബങ്ങളെ സഹായിക്കാനാകാം, കണ്ണീരൊപ്പാനാകാം, എന്തുമായിക്കൊള്ളട്ടെ. എല്ലാത്തിനും ആൻഡ്രിയ ഖത്തറിന്റെ ഇനി അങ്ങോട്ടുള്ള ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതിന്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ആൻഡ്രിയ ഖത്തറിന്റെ പ്രസിഡന്റ് ശ്രീ വിനോദ്, നമ്മുടെ ആരാധനായ മന്ത്രി ശ്രീ റോജി ജോൺ, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ഗീത മാം, മസ്ജിദ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഗോൾഡ്, നമ്മുടെ കെ സാർ, സെക്രട്ടറി വിനായക്, ലിൻസൺ, വേലാഞ്ചേട്ട, ബാക്കി നമ്മളുടെ എല്ലാ കുടുംബാംഗങ്ങളെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഖത്തർ ആൻഡ്രിയയെ സംബന്ധിച്ച് നമ്മുടെ അങ്കമാലി പ്രദേശത്തേക്ക് നൽകുന്ന ഒരു ഓണ സമ്മാനമാണ് നമ്മുടെ ഈ സ്നേഹസ്പർശം എന്ന പ്രോഗ്രാം. സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്ടുകൾ ആലോചിക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലുമൊക്കെ കുറെ സംശയങ്ങളും ഇതെങ്ങനെ സക്സസ് ആവും എന്നുള്ള ഒരു ചിന്താഗതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഈ ഒരു ഡയാലിസിസ്
പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളുടെ 99% ആൾക്കാരും ഒരേ സ്വരത്തിൽ കൈയടിച്ച് ആണ് ഈ ഒരു ആശയം നമ്മൾ കൊണ്ടുപോയതും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആയി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പല പ്രതിസന്ധികളും നമ്മൾ നേരിട്ടു. നമ്മൾ 2-3 മാസമായിട്ട് ഇതിന്റെ പുറകിലുണ്ട്. ആദ്യം നമ്മൾ ജാക്കി ബച്ചന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ പല ഹോസ്പിറ്റൽസും എല്ലാം ചോദിച്ച് ഓരോ ദിവസങ്ങൾ ചെല്ലുന്നതോറും നമ്മൾ ഓരോരോ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമാണ് നമ്മൾ ഇത് ഫൈനലാക്കിയത്. അപ്പോഴും നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ള എല്ലാവരുടെയും എന്താ പറയുക ഗോ ഹെഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ പോലും ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു വെച്ചിട്ടില്ല. അത് വേലാഞ്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരാൾക്കും അതിനകത്ത് അവരുടെ ഈ ഒരു ഫണ്ട് ചെലവാക്കുന്നതിനോ ഒന്നിനും യാതൊരു സംശയമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് തന്നെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ ഈ ജേക്കബ് അച്ഛനെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചപ്പോ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഈ ഡയാലിസിന്റെ മാത്രം ഇങ്ങനെയുള്ള ഒരു ഇപ്പൊ ചേട്ടൻ പറഞ്ഞ മാറ്റി സ്ലോട്ട് കിട്ടാനില്ല. രാത്രി പുള്ളി പറഞ്ഞു നമ്മൾ ഈ 1000 എന്ന് പറഞ്ഞത് ചിലപ്പോ രാത്രി ടൈമിലൊക്കെ സ്ലോട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളത് പരാതി പറയുന്നതെന്ന് തന്നെ അച്ഛൻ ആദ്യം തന്നെ ജാമ്യം എടുത്തു. അപ്പൊ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. ചിലപ്പോ ഒരാൾ മരിച്ചാലേ നമുക്ക് ആ ഒരു സ്ലോട്ട് കിട്ടുള്ളൂ. അതേമാതിരി തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുക. ഈ 20 മെഷീനുള്ളത് ഓരോ പ്രാവശ്യം മെഷീൻ കൂടിയിട്ടും ഒരു ദിവസം 80ഓളം ഡയാലിസിസ് LFB ചെയ്യുന്നുണ്ട്. എന്നിരുന്നു അപ്പൊ ഞങ്ങൾ അച്ഛനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ല, എന്തുകൊണ്ടാണ് അച്ഛൻ ഇത് ഈ ഡയാലിസിന്റെ പേഷ്യൻസ് കൂടുന്നതെന്ന് ചോദിച്ചപ്പോ തന്നെ അച്ഛൻ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ആ ഒരു ഭക്ഷണ രീതിയും വെള്ളം കുടിക്കുന്നില്ല, പിന്നെ നമ്മളുടെ ഈ രാത്രി കാലങ്ങളിലുള്ള ഭക്ഷണം, സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണി 7 മണി ആവുമ്പോൾ ഭക്ഷണം കഴിക്കും. ഇപ്പൊ രാത്രി കൂടുതൽ ഭക്ഷണം, ആ ഒരു ഭക്ഷണ രീതിയുടെ ചേഞ്ചസ് കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ വൃക്കയുടെ അസുഖം കൂടുന്നതും അത് വെച്ചിട്ടുള്ള ഈ ഡയാലിസിസ് കൂടുന്നത്. ചെറിയ പിള്ളേർക്കും അതില് ഡയാലിസിസ് ഇഷ്ടം പോലെ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊന്നും ഒരു നല്ല ശുഭ സൂചകമല്ല. എന്തായാലും ആൻഡ്രിയ ഖത്തറിന്റെ ഓരോ വർഷവും നമ്മൾ 2015 വരെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി നമ്മൾ ഏത് വർഷവും ഏത് പ്രോഗ്രാം നടത്തിയാലും നമ്മൾ ഒരു 10 മുതൽ 20% വരെ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കി അതിൽ കൂടുതൽ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ളതാണ്. നമ്മൾ വീട് വെച്ചു കൊടുത്തു. അങ്ങനെ ഓരോ വർഷം എത്രയോ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോൾ തന്നെ നമ്മൾ 10-15 ലക്ഷം രൂപയിൽ കൂടുതലുള്ള നമ്മളുടെ ഈ പരിസരത്ത് മൊത്തം നമ്മൾ ചെലവാക്കി. അപ്പൊ ഇത് നമ്മൾ അങ്കമാലി മാത്രമല്ല, അങ്കമാലി നമ്മളുടെ ഈ ചുറ്റുമുള്ള 14 പഞ്ചായത്തും കൂടി ഉൾപ്പെടെയാണ് നമ്മളുടെ ഈ ആൻഡ്രിയ ഉള്ളത്. അതില് ഏകദേശം നമ്മൾ 300-350 ഫാമിലീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാവരും അവിടെ തന്നെയാണ്, കുറച്ച് പേരെ മാത്രം ഫാമിലീസ് നാട്ടിലുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ അവിടുത്തെ ഒരു മെയിൻ പരിപാടി ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു above 1000 ആണ്. അപ്പൊ ഇവിടെ ഇതിപ്പോ നമ്മൾ ചെറിയൊരു പ്രോഗ്രാമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കെ സാറ് പറഞ്ഞതുപോലെ അടുത്ത പ്രോഗ്രാം എന്തായാലും നമ്മൾ ഈ 1000 എന്നുള്ളത് 10,000ങ്ങളിലേക്ക് പോകുമെന്നും ആ ഒരു ഫംഗ്ഷൻ ഇതിലും വലിയ ഹോളിലായിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഖത്തർ ആൻഡ്രിയയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ, സെക്രട്ടറി വിനായക് മോഹൻ, ഇവന്റ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാർ, ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻഡ് ഫാദർ ജേക്കബ് ജോർജ് പാലിക്കാപ്പള്ളി, അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ ശ്രീമതി ഗീത പോൾ, അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഓർജിനേറ്റൻ, എല്ലാവർക്കും ഇന്ന് വളരെ വിജയകരമായി നടന്ന ഈ ചടങ്ങിൽ കാരണഭൂതരായവർക്ക് ഇവിടെ എത്തി ഇതിനെ അനുഗ്രഹിച്ചവർക്ക് നന്ദി പറയുക എന്നാണ് എൻ്റെ കാരണം. അതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ ഈ ചടങ്ങ് നടക്കാൻ കാരണം ഒരു വലിയ ആശയമായിരുന്ന അങ്കമാലി കല്യാണ തലേന്ന് എന്ന ഇവന്റ് ആയിരുന്നു. ആ ആശയം ലഭിച്ചത് ശ്രീ ജോയ് ജോസിന്റെ തലയിലായിരുന്നു. ആ ഒരു ചെറിയ ആശയത്തെ ഇനിയുള്ള നമ്മുടെ കായിക പ്രവർത്തനങ്ങൾക്കും കൂടി പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സ്കെയിലിൽ ഇവന്റ് നടത്താമെന്ന് പറഞ്ഞ് അതിനുള്ള ഡയറക്ഷൻസ് നൽകുകയും ചെയ്തത് ഡോക്ടർ കെ കൃഷ്ണകുമാർ സാറാണ്. പിന്നെ ശ്രീ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വിനായക് മോഹന്റെയും ട്രഷറർ ഡാൻ തോമസിന്റെയും കൂട്ടായ പ്രവർത്തനവും
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും കോർ കമ്മിറ്റിയുടെയും ഫുൾ സപ്പോർട്ടോടും കൂടെ ആദ്യമായി സമീപിച്ചത് അന്നത്തെ അങ്കമാലി MLA-യും ഇന്നത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായ ശ്രീ റോജി എം ജോണിയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ മൈൻഡ് റേസ് MP ശ്രീ ആൻഡ്രൂ കോട്ടക്കലിനെ സമീപിച്ചത്. അദ്ദേഹമാണ് ഞങ്ങളിലേക്ക് ഡയാലിസിസ് എന്ന ആശയത്തിന്റെ വിത്തുപാകിയത്. അങ്ങനെയാണ് ഈ കാരുണ്യ പ്രവൃത്തിയുടെ ഒരു പുതിയ അധ്യായം ഇന്ന് ഇവിടെ നടന്നത്. ഈ ചടങ്ങിൽ വന്നെത്തി ഇതിനെ ആശീർവദിക്കുകയും നല്ല സന്ദേശം തരികയും ചെയ്ത ശ്രീ റോജി എം ജോണിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ശ്രീ ജോയ് ജോസ്, ഡോക്ടർ K. കൃഷ്ണകുമാർ, ആൻഡ് പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ, സെക്രട്ടറി വിനായക് മോഹൻ, ട്രഷറർ ഡാൻ തോമസ്, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കോർ കമ്മിറ്റി മെമ്പേഴ്സിനും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന് നമ്മുടെ ഈ മംഗളകർമ്മത്തെ അനുഗ്രഹിച്ച് സംസാരിച്ച അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി റീത പോളിനെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്നിവിടെ വന്ന് നമ്മൾക്ക് ആശംസ അർപ്പിച്ച നമ്മുടെ അങ്കമാലി NRI അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോളിറ്റിക്കൽ ജനറലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നന്ദി രേഖപ്പെടുത്തേണ്ടത് നാട്ടിലെ ആൻഡ്രിയ കത്തലിന്റെ അലുമിനിയസിനാണ്. ഈ ആശയത്തിന്റെ തുടക്കം മുതൽ നടന്ന മീറ്റിങ്ങുകളിൽ ഓൺലൈനായി പങ്കെടുക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്ത ശ്രീ വേലായുധൻ നായർ, ശ്രീ ജോയ് പോൾ, ശ്രീ സുജോൺ, ശ്രീ ജിജോ മണവാളൻ എന്നിവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒരു ചെറിയ മറുപടി പ്രസംഗത്തിനായി